നീ ഏതെങ്കിലും കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ? നിന്നോടാ ചോദിച്ച് നീ ഏതെങ്കിലും കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ? നിന്നോടാരാ പറഞ്ഞേ? ഉണ്ടോ ഇല്ലയോ നീ അത് പറ. എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഏറ്റെടുത്തത്. പണത്തിന് വേണ്ടി നീ എന്തും ചെയ്യുമോടാ? എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. അങ്ങനെ നിനക്ക് മാത്രമുള്ള നമ്മളറിയാത്ത എന്താവശ്യമാണ് ഉള്ളത്? സൈമ, ഇത് ഞാൻ പുറത്തു നിന്നറിഞ്ഞ സംഭവമാണ്. നീ ഏറ്റെടുത്തിരിക്കുന്ന കൊട്ടേഷൻ കർണന്റെ മകനെതിരെയുള്ള കൊട്ടേഷനാണ്. അതായത് കർണനെതിരെയുള്ള കൊട്ടേഷൻ. കർണൻ അറിഞ്ഞാൽ നിന്നെ കൊല്ലും. അപ്പം നീ എൻ്റെ ചാവറിയാൻ വന്നതല്ലേ? അതെടാ, നിന്നെ കൊല്ലാൻ വന്നോ? നിങ്ങളെന്താ കാട്ടുന്ന? നീ ഒന്ന് മാറിയുന്ന. സൈമ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന? ഞങ്ങൾ വന്ന് നിന്നെ രക്ഷിക്കാനാ? നീ എന്താ ഇങ്ങനെയൊക്കെ? നിനക്ക് എന്താ പറ്റിയേ? നീ എന്തിനാ ഈ പൊല്ലാപ്പിനൊക്കെ പോകുന്നേ? നിന്റെ ജീവൻ വെച്ചിട്ടുള്ള കളിയാ സൈമ. എടാ, നീ ഇതൊഴിയണോ ഞങ്ങൾക്ക് വേണ്ടി? ഇതെനിക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ഞാനെടുത്ത തീരുമാനമായിപ്പോയി. എനിക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. സോറി. സൈമ, നമുക്ക് നിന്നെ വേണം. ഞാൻ നിന്റെ കാല് പിടിക്കാം. നിനക്കെന്താ വേണ്ടേ? നീ ആരാ? ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നതാണ്.
ആരാ? എന്തു വേണം? നിങ്ങളെന്തിനാ പിടിച്ചിട്ടിരിക്കുന്നത്? ഞാനെന്താ നിങ്ങളെ ചെയ്തത്? നീ വലിയവനല്ലേ സൈമൺ, ഭൂമിയിലെ നീതി നടപ്പാക്കുന്നു. നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് വേണം? എൻ്റെ മുന്നിൽ നിനക്ക് വളരെ വിലയുണ്ട് സൈമൺ, കാരണം നീ ഇന്നെൻ്റെ അന്നമാണ്. അന്നമോ? അതെങ്ങനെ? നീ എങ്ങനെയാണ് സൈമൺ അന്നം ഉണ്ടാക്കുന്നത്? അതുപോലെ തന്നെയാണ് ഞാൻ അന്നം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നീ വളരെ ബുദ്ധിമാനല്ലേ സൈമൺ, പോരാത്ത നല്ല ശക്തിയും ധൈര്യവും. അത് മുതലാക്കി നീ ആളുകളുടെ അവയവങ്ങൾക്ക് വിലയിട്ടു. ഇല്ല, ഒരിക്കലുമില്ല. ഉണ്ട് സൈമൺ, നീ അവയവങ്ങൾക്ക് വിലയിട്ടപ്പോൾ ഞാൻ എൻ്റെ ആത്മാവിന് വിലയിട്ടു. യെസ്, ദാറ്റ്സ് യുവർ സോൾ. ആര് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ കൊല്ലുന്നത്? സത്യത്തിൽ നിന്നോട് എനിക്ക് സഹതാപമാണ് സൈമൺ. നീ നല്ല മനസ്സുള്ളവനാണ്, നല്ല കൂട്ടുകാർ, നല്ല കുടുംബവുമുള്ളതാണ്. പക്ഷെ നിന്റെ ചില തീരുമാനങ്ങൾ നിന്നിലേക്ക് വിരൽ ചൂണ്ടി. നീ കൂടുതലായൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നിന്റെ സമയം അടുത്ത്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ സൈമൺ, ഞങ്ങൾ നിന്റെ കൂട്ടുകാർ അബു, സൽമാൻ, ക്രിസ്റ്റി, ഞങ്ങൾ 3 പേരും കൂടി നിനക്കൊരു വിലയിട്ടു സൈമൺ. നിനക്ക് പണമല്ല ആവശ്യം, ഞങ്ങൾക്കും ആവശ്യം പണം തന്നെയാണ്. നിനക്ക് ഞങ്ങളിത് ഒഴിവാക്കാനുള്ള അവസരം നൽകി, നിന്റെ കാല് പിടിച്ചു. ക്രിസ്റ്റി, നീ എന്തിനാ എന്നോട് കൂടുതൽ സംസാരിക്കുന്നത്? ഇവന്റെ കാര്യം തീർപ്പാക്കി. ഓക്കെ സൈമൺ, ഞങ്ങൾ നിന്നെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നു. നിന്നെ വിഷമിപ്പിച്ചതിൽ സങ്കടമുണ്ട് സൈമൺ, പക്ഷേ നിന്നെ പിന്തിരിപ്പിക്കാൻ വേറെ മാർഗമില്ലായിരുന്നു. സോറി ഫോർ എവരിത്തിങ്. ജീവിതം 2 പകുതികളാണ്. ആദ്യ പകുതിയിൽ തൻ്റെ കുടുംബങ്ങളുടെ സ്പർശനത്താൽ നമ്മൾ ബന്ധങ്ങളുടെ രൂപം ഉണ്ടാക്കിയത്. 2ാം പകുതി ബന്ധങ്ങളുടെ മൂല്യങ്ങൾ കൊണ്ട് നമ്മൾ സൗഹൃദത്തിൻ്റെ സ്വർഗരാജ്യം പണിയുന്നു. അവിടെ നിന്ന് അവരുടെ കൂടെ നാം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. അതാണ് ജീവിതത്തിലെ സുന്ദരമായ 2ാം പാഠം.